CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ഇന്നത്തെ സഡൻ ഡെർബിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ബംഗളൂരു FCയോട് കണക്കുകളെല്ലാം വീട്ടാൻ പോയപ്പോൾ അടിച്ച് അണ്ണാക്കി തന്നിരിക്കുകയാണ് ബംഗളൂരു FC. 4-2 എന്ന സ്കോർ ലൈനിലാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ബംഗളൂരു FC പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FC 3 മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു ബംഗളൂരു FCക്കെതിരെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രീതം കോട്ടാലിനെ പുറത്തിറക്കിക്കൊണ്ട് സന്ദീപ് സിംഗിനെ കളിക്കളത്തിലേക്ക് ഇറക്കി, അതുപോലെ തന്നെ മിലോസിനെ ഔട്ടാക്കിക്കൊണ്ട് കൊയ്ഫിനെ ഇറക്കി, രാഹുൽ KPയെ പുറത്താക്കിക്കൊണ്ട് കോറോ സിംഗിനെയും ഇറക്കിയിട്ടായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ നിന്നും എനിക്ക് ഓൾറൗണ്ട് ഒന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കാൽസ് ചേർന്ന ഈ ഒരു പരിശീലകനെ കൊണ്ട് നടക്കാനിട്ടൊന്നുമല്ല, അദ്ദേഹം ശ്രമിക്കാനിട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് അഥവാ രണ്ടാം പകുതിക്ക് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരം വളരെ ഉജ്ജ്വലമായ മത്സരം തന്നെയായിരുന്നു. പക്ഷേ ആദ്യ പകുതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഗോളുകൾ വാങ്ങിക്കൂട്ടുന്നതും കൂടാതെ തന്നെ ഡിഫൻസിലെയും മിഡിലെയും ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ആദ്യ പകുതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ജീസസ് ലിംഡിസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്ട്രൈക്കറുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആഭാവവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിന്റെ 7ാമത്തെ മിനിറ്റിൽ തന്നെ സുനിൽ ഛേത്രി ഹെഡറിലൂടെ ഒരു ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 37ാമത്തെ മിനിറ്റിലും ബംഗളൂരു FC ഒരു ഗോൾ സ്വന്തമാക്കി. അതിനുശേഷം 55ാമത്തെ മിനിറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായിട്ടുള്ള നോഹയുടെ പാസിൽ നിന്നും ജീസസ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC 60ാമത്തെ മിനിറ്റിൽ ലൂണയുടെ പാസിൽ നിന്നും ഫ്രെഡി ഹെഡറിലൂടെ ഒരു ഗോൾ നേടി. അതിനുശേഷം വീണ്ടും ബംഗളൂരു FC 72ാമത്തെ മിനിറ്റിൽ ഛേത്രി ഒരു ഗോൾ നേടി. അതിനുശേഷം മത്സരം അവസാനിക്കുന്ന മിനിറ്റിൽ അഥവാ 97ാമത്തെ മിനിറ്റിൽ ഛേത്രി ഒരു വണ്ടർഫുൾ ഗോൾ നേടി. ഇതോടുകൂടി ഛേത്രി ഈ ഒരു മത്സരത്തിൽ ഹാട്രിക്കും സ്വന്തമാക്കി. ഏതായാലും 4-2 എന്ന സ്കോർ ലൈനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ അലട്ടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് തന്നെയായിരുന്നു. ആദ്യ ഇനിയിൽ മിലോസിനെ ഇറക്കാത്തതിന്റെ നല്ല രീതിയിലുള്ള അഭാവം നമുക്ക് അലക്സാണ്ടർ കൊയ്ഫിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഹോർമിപ്പാമ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടു, സന്ദീപ് സിംഗിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കണ്ടു. കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് മിസ് പാസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സെറ്റ് പീസുകളിൽ നിന്നും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് കോർണറുകളും നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആയ സ്ഥലത്തു നിന്നുള്ള ഫ്രീക്കുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അതൊന്നും മുതലെടുക്കാനും കൂടാതെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ കൂടി ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമേകുന്ന കാര്യം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെല്ലാവരും ഒട്ടേറെ മത്സരങ്ങളായി കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദാസേട്ടൻ ഇന്നത്തെ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോറോ സിംഗിന് പകരക്കാരനായിക്കൊണ്ടായിരുന്നു ആ ഒരു താരം ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രബീർ ദാസ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് അറ്റംപ്റ്റുകൾ നമ്മൾ കണ്ടതാണ്. പ്രബീർ ദാസിന്റെ ഭാഗത്തുള്ള ഒരുപാട് ചാൻസ് ക്രിയേഷനുകൾ നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു. കൂടാതെ തന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അടുത്ത മത്സരത്തിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകൻ ആദ്യ ലെവലിലേക്ക് വരുമ്പോൾ ജീസസ് ലിംഡിസിനെ പുറത്തിറക്കിക്കൊണ്ട് എന്തായാലും പെപ്ര എന്ന ആ ഒരു താരത്തെ ആദ്യ ലെവലിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ക്വാമി പെപ്ര എന്ന ആ ഒരു ഗാന സ്ട്രൈക്കർ വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കളിശൈലിയില്ല മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ നോഹ സദോയെ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് നോഹ സദോയ് എന്നുള്ളത്. ഒരുപാട് വിങ്ങുകളിലായിട്ടും ഒരുപാട് പൊസിഷനുകളിലായിട്ടും അദ്ദേഹം മാറി കളിച്ചു. എന്നിട്ടും അദ്ദേഹം അവസാനം എത്തിയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് തന്നെയായിരുന്നു. കൂടാതെ തന്നെ നോഹ സദോയ്ക്കൊപ്പം തന്നെ ഇന്ന് നല്ല രീതിയിൽ കോമ്പിനേഷൻ ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ എന്നത്. അഡ്രിയാൻ ലൂണയുടെ നല്ല രീതിയിലുള്ള ഒരു തിരിച്ചുവരെ നമുക്ക് എല്ലാ മത്സരത്തിലും ഇനി അങ്ങോട്ടുള്ള മത്സരത്തിലും കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടാതെ തന്നെ നോഹ സദോയ്ക്ക് ഇന്ന് നല്ല രീതിയിൽ ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുവെങ്കിലും നിഖിൽ പൂജാരി എന്ന ആ ഒരു താരം നോഹ സദോയിയുടെ പോക്കറ്റിലിട്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നോഹ സദോയ് എത്തരത്തിലുള്ള ഏതൊക്കെ ഷോട്ട് എടുത്താണെങ്കിലും നിഖിൽ പൂജാരി എന്ന ആ ഒരു താരം അവിടെ ഡിഫെൻഡ് ചെയ്യാനെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാവരും ആരാധകർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള മോശം അനുഭവമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആരാധകർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ പ്രതീക്ഷയും താരങ്ങൾക്ക് നൽകാനായിട്ടുണ്ടായിരുന്നു. ഇനി ബംഗളൂരു FC കുറിച്ച് പറയുകയാണെങ്കിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് FC നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നോഹ സദോയുടെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബോളുകളും നല്ല രീതിയിലുള്ള ക്രോസുകളും കൂടാതെ തന്നെ ഗോൾ ചാൻസുകളും വരിക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം നിഖിൽ പൂജാരി എന്ന ഒരു താരം നോഹ സദോയെ നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നത്. 4-4-3 എന്ന ഫോർമേഷനിൽ നിന്ന് ബംഗളൂരു FC ഇന്ന് വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ബംഗളൂരു FCയുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗുർപ്രീതിനെയും കൂടാതെ തന്നെ സുനിൽ ഛേത്രിയും തന്നെയാണ് എടുത്തു പറയാനുള്ളത്. സുനിൽ ഛേത്രി ആണെങ്കിൽ തനിക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും മുതലെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് 3 ഗോളുകൾ സ്വന്തമാക്കിക്കൊണ്ട് ഹാട്രിക് നേടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ഇത് വളരെ വലിയ രീതിയിൽ തന്നെ തിരിച്ചടി നൽകുന്ന ഒന്നാണ്. ഏതായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.